ആസിഫ് അലിയും സുരാജ് വെഞ്ഞാറമൂടും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നഹാസ് നാസർ സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ അഡിയോസ് അമീഗോ തിയേറ്ററിൽ പോയി കണ്ടു. ഈ ആഴ്ച റിലീസാവുന്ന സിനിമകളിൽ ഞാൻ ഏറ്റവും അധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന സിനിമ അഡിയോസ് അമീഗോ ആണ്. ആ ഒരു പ്രതീക്ഷയുടെ അമിതഭാരമാണോ എന്നറിയില്ല സിനിമയെക്കുറിച്ച് ഇങ്ങനൊരു അഭിപ്രായം എന്നിൽ ഉണ്ടാക്കിയത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് തുടക്കം നല്ല രസമുണ്ടായിരുന്നു, നല്ല ചിൽ വൈബൊക്കെ ആയിട്ട് ഒരു രസത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എവിടെയോ വെച്ച് സിനിമ നിന്നു പോയതുപോലെ തോന്നി. കഥ മുന്നോട്ട് നീങ്ങുന്നില്ല. സംഭവങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടി പോകുന്നുണ്ട്. ചിലർ കോമഡികളും വന്ന് വീഴുന്നുണ്ട്. പക്ഷെ കഥ എങ്ങോട്ടും പോകുന്നത് പോലെ അനുഭവപ്പെടുന്നില്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് എനിക്ക് 96-ലെ റാമിൻ്റെ അവസ്ഥയായിരുന്നു. നീ എങ്ക വിട്ടിട്ട് പോയോ അങ്കതാ നിക്കറേ എന്ന് പറയുന്ന പോലെ അവിടെ തന്നെ നിൽക്കുന്നു. വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ഉണ്ടാക്കാനുള്ള ക്ലൈമാക്സ് ഒക്കെ ഉണ്ട്. ഈ സിനിമയുടെ പോസിറ്റീവ്സ് പറയുമ്പോൾ ഒന്നാമത്തെ പോസിറ്റീവ്, ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ്, അത് ഹ്യൂമർ തന്നെയാണ്. ഹ്യൂമറിന് വേണ്ടി നമുക്ക് കുറച്ച് സീനുകൾ എടുക്കാം എന്ന് വെച്ച് ചെയ്യുന്നതല്ലാതെ വളരെ ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്ന ഹ്യൂമർ ഉണ്ടല്ലോ, ആ രീതിയിൽ നമുക്കിത് ഫീൽ ചെയ്യും. മാത്രമല്ല സിനിമയിൽ നിന്ന് കണക്ഷൻ ഇങ്ങനെ വിട്ടുപോകുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയ ലാഗ് അടിക്കുന്നുണ്ടോ എന്നൊരു സംശയമൊക്കെ തോന്നി തുടങ്ങുമ്പോഴേക്കും എന്തെങ്കിലും ഒരു കൗണ്ടറും കാര്യം ഉണ്ടാവും. നമ്മളൊന്ന് ശരിക്കും ഒന്ന് റിഫ്രഷ് ആവും. സുരാജും ആസിഫും ചേരുന്ന രംഗങ്ങളാണ് സിനിമയിൽ ഉടനീളം. അവരുടെ ആ ഒരു കെമിസ്ട്രിയൊക്കെ അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട്. അത് പറയുമ്പോൾ നമുക്ക് പെർഫോമൻസിലേക്ക് കിടക്കാം. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ പ്രകടനം മികച്ചതായിരുന്നു. എനിക്കതിലെ ഡയലോഗ് ഡെലിവറിയിൽ മാത്രമാണ്, അതായത് സുരാജിൻ്റെ ഡയലോഗ് ഡെലിവറി ഹൈ റേഞ്ച് കയറുന്നില്ല എന്നെനിക്ക് തോന്നി. ആ ഒരു സ്ലാങ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ എടാ ഉവേ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഭാഷ ഹൈ റേഞ്ച് ആവില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആസിഫ് അലി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഇളകി അങ്ങ് വന്നിരുന്നെങ്കിൽ ആ ഒരു സംഭവം കുറച്ചും കൂടി ഫീൽ ചെയ്യുമായിരുന്നു എന്ന് തോന്നി. ഈ രണ്ട് കാര്യങ്ങളും വെച്ച് ഈ രണ്ട് കാര്യങ്ങളും മോശമാക്കി എന്നല്ല പറയുന്നത്. എനിക്ക് ആകെ ഫീൽ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ബാക്കി അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ശബ്ദം കൊണ്ട് മാത്രം സിനിമയിൽ വരുന്ന കുറേ ആളുകളുണ്ട്, അവരൊക്കെ നന്നായി ചെയ്തിട്ടുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ നമ്മുടെ നായിക പ്രാധാന്യത്തോടുകൂടി സ്ക്രീനിൽ കാണുന്ന ഒരാളേ ഉള്ളൂ. ശബ്ദം നമ്മൾ വേറെ കേൾക്കുന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന ഒരാളേ ഉള്ളൂ. അയാളുടെ ഡയലോഗ് ഡെലിവറി ലിപ്സിങ്ക് എനിക്ക് കുറച്ച് ഇഷ്യൂ ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് അവരൊരു കോഫി ഷോപ്പിലോ മറ്റോ വെച്ച് മീറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അതെനിക്ക് വല്ലാത്ത കല്ലുകടിയായിട്ട് തോന്നി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പാട്ടുകൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അതിനകത്ത് ഒരു പാട്ട് ഒന്നാമത് പ്ലേസ് ചെയ്തപ്പോൾ തന്നെ വല്ലാണ്ട് ലാഗ് അടിക്കുന്ന പോലെ തോന്നി. മാത്രമല്ല ആ പാട്ടിലും ആ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. ഒരു ബോട്ടിൽ വെച്ച് ആരംഭിച്ച് പാർട്ടിയിൽ അവസാനിക്കുന്ന പാട്ട്. പിന്നെ വിഷ്വൽസും ഈ സിനിമയ്ക്ക് എന്താണോ ആവശ്യമുള്ളത് ആ രീതിയിൽ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തത് ഇതിൽ എഡിറ്റർ ഒരുപാട് പണിയെടുത്തിട്ടുണ്ടാവും എന്നാണ്. കാരണം ഇതിനകത്ത് ഒത്തിരി ഷോട്ടുകളുണ്ട്. ഇപ്പോൾ ബസ്സിൽ യാത്ര തുടങ്ങുന്നു, പ്രൈവറ്റ് ബസ്സിൻ്റെ പാലത്തിൽ നിന്നുള്ള ലുക്ക്, വേറെ വണ്ടിയിൽ നിന്നുള്ള ലുക്ക്, ട്രാഫിക്കിലുള്ള കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെ വിഷ്വൽസ് കൂട്ടി വെച്ച് ഒരു പാട്ട് ചേർത്ത് ഇങ്ങനെ വലുതാക്കി വെച്ചിരിക്കുകയാണ്. സാധാരണ സിനിമകളിൽ അത്തരം ഒരു കാര്യം ഉണ്ടാവും, ഒരു പ്രധാനപ്പെട്ട യാത്രയൊക്കെ ആണെങ്കിൽ അങ്ങനെ. ഇത് സിനിമ ഉടനീളം യാത്രയാണ്, അപ്പോൾ ആ ഒരു ഫീലിനും കൂടി ആയിരിക്കാം. എന്നാൽ അതേസമയം എറണാകുളത്ത് നിന്ന് ആരംഭിച്ച് കൊല്ലത്ത് പോയി ആലപ്പുഴയിലെത്തി അവിടുന്ന് വീണ്ടും പറവൂരേക്ക് വരുന്ന ആ ഒരു യാത്രയുണ്ടല്ലോ, അതിൻ്റെ ഒരു ഡിഫറൻസ്, ഈ പറഞ്ഞ പ്രദേശങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഒരു വ്യത്യാസം, ഇത് പേര് കൊണ്ട് ഇവർ പറയുമ്പോൾ മനസ്സിലാവുന്നുള്ളതല്ലാതെ വിഷ്വൽ അത് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. മറ്റേ നേരത്തെ പറഞ്ഞ ആ ഷോട്ടുകളൊക്കെ വെച്ച് അവർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോലും ആ പ്രദേശങ്ങൾ അവിടേക്കൊക്കെ ചെല്ലുമ്പോഴുള്ള ഒരു ഡിഫറൻസോ അങ്ങനെ എനിക്ക് തോന്നിയില്ല. ഇനി നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരേ ഒരു നെഗറ്റീവേ ഉള്ളൂ. അതായത് ഇതിൻ്റെ കോർ കഥ എന്ന് പറയുന്നത് ഒറ്റ വരിയിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു കുഞ്ഞു കാര്യമാണ്. ആ കാര്യത്തിനെ വലിച്ചു നീട്ടുമ്പോൾ അതിൽ ഹ്യൂമറും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ട് വന്ന് വീഴുന്നുണ്ട്. പക്ഷേ ഒരു പോയിന്റിനപ്പുറം സിനിമ നിന്നുപോയ പോലെയാണ്. ആ നിന്നുപോയടുത്തുനിന്ന് സിനിമയെ വലിച്ച് കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇടയ്ക്കൊക്കെ വന്ന് വീഴുന്ന ഹ്യൂമറുമാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ആ എഴച്ചിൽ ശരിക്കും അനുഭവപ്പെടുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിലാണ് ഇവരുടെ ഇമോഷണൽ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കണക്റ്റ് ആവേണ്ടത്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു വലിയ ടെൻഷനുണ്ട്, അതുപോലെ ആസിഫ് അലിയുടെ ഒരു ദുഃഖമുണ്ട്. ഈ പാവപ്പെട്ടവൻ ഏറ്റവും അധികം കഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ക്യാരക്ടർ ഉള്ളത്. പക്ഷേ ആ ഒരു പെയിൻ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആസിഫ് അലി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു കോടീശ്വരൻ്റെ ദുഃഖം എന്ന് പറയുന്ന എലമെൻറ്റിന് അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു പെയിൻ അനുഭവപ്പെടുന്നില്ലായിരുന്നു. മാത്രമല്ല സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഹ്യൂമർ എലമെൻറ്റും എനിക്ക് പൊതുവെ വർക്കാവുന്നത് പോലെ അല്ല ഫീൽ ചെയ്തത്. അങ്ങനെ തരക്കേടില്ലാത്ത അത്യാവശ്യം ചിരിക്കാനുള്ള ആദ്യ പകുതിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അവസാനിച്ച ചില സീനുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ട് തീരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് പോയി തരക്കേടില്ലാത്ത രീതിയിൽ അവസാനിപ്പിച്ച ഒരു സിനിമ എന്നുള്ള രീതിയിൽ എന്നിലെ പ്രേക്ഷകന് ഒരു ജസ്റ്റ് ആവറേജ് വൺ ടൈം വാച്ചബിൾ അനുഭവം മാത്രമാണ് അഡിയോസ് അമിഗോ. എന്തു മോശം പടോ, എന്തു തല്ലിപ്പൊളിപ്പടോ, എന്തൊരു ലാഗ് എന്ന് പറയാൻ എന്നിലെ പ്രേക്ഷകൻ ഈ സിനിമയെക്കുറിച്ച് അങ്ങനെ പറയാൻ സമ്മതിക്കില്ല. എന്നാൽ അതേസമയം ഇതൊരു തിയേറ്റർ മസ്റ്റ് വാച്ച് പടമാണ്
എന്ന് പറയാനുള്ള ഒരു ഫീലും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ കുറേ നാളുകൾക്ക് ശേഷം സ്ട്രീമിംഗ് പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് ഒരു മലയാള സിനിമയിൽ കണ്ടു. പലപ്പോഴും സിനിമ ഇറങ്ങി തിയേറ്ററിൽ നിന്ന് പോയതിന് ശേഷം OTT-കാരുടെ പുറകെ നടന്ന് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണല്ലോ. പക്ഷേ ഇത് സിനിമ റിലീസാകുമ്പോൾ തന്നെ അതിൻ്റെ OTT സെയിലും കഴിഞ്ഞു എന്നുള്ളത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ സ്ട്രീമിംഗ് പാർട്ട്ണറായിട്ട് വന്നിട്ടുള്ളത്. അത് കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ട്. അത്രയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം ഞാൻ ഈ പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ആളുകൾക്കനുസരിച്ച് സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും മാറും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി വായിച്ചിട്ട് കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.